പ്രോഗ്രാമിംഗിൽ ലൂപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. സോ പൈത്തൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലൂപ്പ് അവൈലബിൾ ആണ്. ഒന്ന് ഫോർ ലൂപ്പും അവൈലബിൾ ആണ്, വൈൽ ലൂപ്പും അവൈലബിൾ ആണ്. പക്ഷേ എന്തിനാ ഈ രണ്ടെണ്ണം? നമുക്ക് ഒന്നുപോലെ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടത്, ഏത് സിറ്റുവേഷനിലാണ് വൈൽ ലൂപ്പ് യൂസ് ചെയ്യേണ്ടത്, ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇന്റർവ്യൂവിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഐട്രേഷൻ, അതായത് എത്ര തവണ ആ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ട് ധാരണയുണ്ടെങ്കിൽ ഗോ ഫോർ ലൂപ്പ്. അതായത് ഇപ്പം എനിക്ക് എൻ്റെ കോഡ് 100 തവണയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് അറിയാം 100 തവണയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 പേർക്ക് നോട്ടിഫിക്കേഷൻസ് അയക്കണം. സോ 100 ടൈംസ് ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. സോ അത് ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യാം. ഇനി എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല, എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല. അത് ബേസ്ഡ് ഓൺ ദ യൂസർ ഇൻപുട്ട് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു യൂസർക്ക് 100 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് സം കണ്ടുപിടിക്കണം. ചില യൂസേഴ്സിന് 1000 നമ്പേഴ്സ് ആയിരിക്കും ആഡ് ചെയ്തിട്ട് സം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം നമ്മൾ ആ പ്രോഗ്രാം എഴുതുമ്പോൾ യൂസേഴ്സിന്റെ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് എത്ര തവണ ഇറ്ററേറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ തീരുമാനിക്കേണ്ടി വരും. പ്രോഗ്രാം തീരുമാനിക്കേണ്ടി വരും. അത് ആദ്യമേ ഡിസൈഡഡ് അല്ല. അപ്പം എത്ര തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗോ ഫോർ വൈൽ ലൂപ്പ്. സോ അവിടെ വൈൽ ലൂപ്പാണ് ഫോർ ലൂപ്പിനെക്കാളും ബെറ്റർ.